തീർച്ചയായിട്ടും ഇതിന്റെ 72 പുസ്തകങ്ങളിലും ഇങ്ങനെ വ്യാപിച്ചു നിൽപ്പുണ്ട്. അങ്ങനെയുള്ള 72 പുസ്തകങ്ങൾ ഒരു എഴുത്തുകാരനെ സ്വാധീനിച്ചതിന്റെ വഴിയാണ് ഒരുപക്ഷെ ചാവേറുകളുടെ പാട്ടിൽ അവലംബിക്കുന്നത്, അതല്ലെങ്കിൽ പുലരിയിൽ അവലംബിക്കുന്നത്, അല്ലെങ്കിൽ ചത്തവന്റെ സുവിശേഷത്തിൽ അവശേഷിക്കുന്നതൊക്കെയും ഈ സ്വാധീനങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ പരിചരിച്ചു വെച്ചിരിക്കുന്ന തിയോഡിസിയുടെ പ്രശ്നം എന്താണ്? നമ്മൾ പരിചരിച്ചു വെച്ചിരിക്കുന്ന തിയോഡിസിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ സ്പിരിച്വൽ എനർജി മാത്രമാണ്. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതിന്റെ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുന്ന, ഇതിന്റെ എക്വിലിബ്രിയം നിലനിർത്തുന്ന ഒരു സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. ചാവേറുകളുടെ പാട്ട് ചെയ്തതെന്താണ്? ഈ പറയുന്ന സ്പിരിച്വൽ എനർജിയെ കുറിച്ച് ഒരുപാട് ഒരു ആത്മകഥം പോലെ, ആത്മ അംശം പോലെയൊക്കെ പറയുമ്പോൾ പോലും മനസ്സിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സംഗതി വളരെ വ്യാപകമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒന്നും ഈ അടുത്ത കാലത്ത് എഴുത്തുകാർ തങ്ങളുടെ രചനകളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മാംസം പോലെ എന്ന് പറയുന്ന EP ശ്രീകുമാറിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നോർത്ത് ഈസ്റ്റിന്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ, അതിന് ഭക്ഷണ സംസ്കാരം പറയുമ്പോൾ